അന്നത്തെ ദിവസം വാലന്റൈൻസ് ഡേ ആയതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോ എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. പക്ഷേ എന്ത് ചെയ്യുന്ന കുറേ നേരം തിങ്ക് ചെയ്തിട്ട് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു എൻ്റെ മൈൻഡിൽ തോന്നിയത്, ലൈക്ക് അവിടെ ഒരു ഷോക്കേസിൽ ഒരു ബൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പണ്ടെങ്ങാണ്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്ത ഒരു ചെറിയൊരു ബൊക്കെ ആയിരുന്നു. അപ്പോൾ ആ ബൊക്കെ എടുത്തിട്ട് എന്തുകൊണ്ട് നമുക്ക് ജെമിനിയുടെ അടുത്ത് പറഞ്ഞു. വേറൊരു ബൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്തുകൂടാ എന്ന് തിങ്ക് ചെയ്തു. ലൈക്ക് അങ്ങനെ ഞാൻ ആ ഇമേജ് എടുത്ത് കൊടുത്തിട്ട് ഞാനൊരു പ്രോംപ്റ്റ് ആഡ് ചെയ്തു. പ്രോംപ്റ്റ് ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ കൊടുത്തേക്കാം. ഈ പ്രോംപ്റ്റ് വെച്ച് ഒരു വലിയൊരു ബൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തന്നു. അതിൽ ഞാനൊരു മെസ്സേജും ടൈപ്പ് ചെയ്തു, ഹാപ്പി വാലന്റൈൻസ് ഡേ ബേബി എന്ന് പറഞ്ഞിട്ട്. ഈ ഇമേജ് എടുത്തിട്ട് ഞാൻ നേരെ എൻ്റെ ഹസ്ബൻഡിന് മെസ്സേജ് ചെയ്തു. എന്നിട്ട് കൂടെ ഒരു മെസ്സേജ് അയച്ചു, താങ്ക് യു സോ മച്ച് ബേബി ഫോർ ഗിഫ്റ്റിംഗ് മീ ദിസ്. ഈ സർപ്രൈസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല, ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് എൻ്റെ ഹസ്ബൻഡ് വിശ്വസിക്കുമെന്ന് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ട് ഫസ്റ്റ് ഞാൻ ഇതേ കാര്യം എടുത്ത് എൻ്റെ സിസ്റ്ററിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് സെൻഡ് ചെയ്തതാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കണ്ടിട്ട് ആൾ വിശ്വസിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നി എന്തായാലും ഹസ്ബൻഡ് വിശ്വസിക്കും. ആ രീതിയിൽ ഞാൻ ഹസ്ബൻഡിന് അയച്ചു കൊടുത്തു. സോ ആക്ച്വലി ആളുടെ റിയാക്ഷൻ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ റിയാക്ഷൻ വാസ് വെരി അടിപൊളി ആൻഡ് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വാലന്റൈൻസ് ഡേക്ക് എങ്ങനെ നിങ്ങളുടെ പാർട്ട്ണറിനെ പ്രാങ്ക് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയ കിട്ടാതിരിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. യൂസ് ചെയ്ത പ്രോംപ്റ്റ് ഇതായിരുന്നു. ആൻഡ് ദിസ് വാസ് ദ റിസൾട്ട്. നിങ്ങൾ ആരെങ്കിലും ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ റിയാക്ഷൻ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.